ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ബുക്ക് കാച്ചർ. പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ UG കഴിഞ്ഞിട്ടുള്ള കുട്ടികൾക്ക് MBA എവിടെ പഠിക്കണം അങ്ങനെ ഒരു ഭയങ്കര കൺഫ്യൂഷൻ ഉണ്ടായിരിക്കും അല്ലേ. അപ്പൊ നമ്മള് അതായത് മികച്ച ഒരു കോളേജ് അവിടുത്തെ കോഴ്സുകളിൽ അതിന്റെ ഡീറ്റെയിൽസ് പറയാനാണ് വന്നിരിക്കുന്നത്. മെയിൻ ആയിട്ട് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്ന MBA ആണ് കേട്ടോ. കോളേജ് എന്ന് പറഞ്ഞാൽ പാർക്ക് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ്, കോയമ്പത്തൂരാണ് വരുന്നത്. അണ്ണാ യൂണിവേഴ്സിറ്റിയും ഭാരതിയാറിന്റെ അഫിലിയേഷൻ ഉള്ള കോളേജാണ്. അപ്പൊ നമുക്ക് MBA രണ്ട് തരമാണ് ഇവിടെ വരുന്നത്. നമ്മള് റെഗുലർ ആയിട്ട് പഠിക്കുന്ന സ്ട്രീമിൽ ആ ഒരു കാര്യങ്ങൾ അന്വേഷിക്കുന്ന സ്റ്റുഡൻസിന് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ പ്രധാനമായിട്ട് അവര് കോളേജിൽ രണ്ട് യൂണിവേഴ്സിറ്റിയുടെ MBA ചെയ്യുന്നുണ്ട്, അണ്ണാ യൂണിവേഴ്സിറ്റിയുടെയും ഭാരതിയാർ യൂണിവേഴ്സിറ്റിയുടെയും. അതിൽ ഭാരതിയാർ യൂണിവേഴ്സിറ്റിയുടെ എന്ന് പറഞ്ഞാൽ കോർ MBA മാത്രമേ ഉള്ളൂ. അതിന്റെ ഫീസ് സ്ട്രക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ഫീസ് ഒന്നും വരുന്നില്ല. നമുക്കൊരു അഡ്മിഷൻ ഫീസ് ആയിട്ട് 10,000 രൂപയും പിന്നെ പെർ ഇയർ 1,20,000 വെച്ചിട്ടാണ് ഫീസ് വരുന്നത്. അതിന് പുറമെ എക്സ്ട്രാ ഇപ്പൊ നമ്മുടെ യൂണിഫോം ഫീസ്, എക്സാം ഫീസ്, അങ്ങനെ എക്സ്ട്രാ ഫീസുകൾ ചാർജ് ചെയ്യുന്നുണ്ട്. പക്ഷെ നമുക്ക് അത്യാവശ്യം വേറെ വലിയ കുഴപ്പമൊന്നുമില്ലാത്തൊരു ഫീസ് സ്ട്രക്ചറാണ്. താരതമ്യേന നല്ല ഒരു ഫീസ് സ്ട്രക്ചറാണ് ഭാരതിയാറിന്റെ കോർ MBAക്ക് വരുന്നത്. പിന്നെ ഉള്ളത് അണ്ണാ യൂണിവേഴ്സിറ്റിയുടെ രണ്ട് MBA കോഴ്സുകളാണ്. അതിൽ ഇന്റർനാഷണൽ MBA വരുന്നുണ്ട്, പിന്നെ അതുപോലെ തന്നെ കോർ MBA വരുന്നുണ്ട്. ഇതിൽ കോർ MBAക്ക് ഫീസ് വരുന്ന ഫസ്റ്റ് അഡ്മിഷൻ ഫീ 25,000, ഫസ്റ്റ് ഇയർ 95,000, സെക്കൻഡ് ഇയർ 1,20,000 ആണ്. ഇന്റർനാഷണൽ MBAക്ക് ഫീസ് വരുന്നത് ഫസ്റ്റ് ഇയർ 50,000, അഡ്മിഷൻ ഫീസ് 50,000, ഫസ്റ്റ് ഇയർ 2 ലക്ഷം, സെക്കൻഡ് ഇയർ 1,20,000 രൂപയാണ്. ഫീസിന്റെ ഈ പറഞ്ഞ ഇന്റർനാഷണൽ MBA എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്റർനാഷണൽ ലെവലായിരിക്കും കോഴ്സും എല്ലാ കാര്യങ്ങളും. അതായത് നമ്മൾ ഫസ്റ്റ് ഇയർ മാത്രമായിരിക്കും കുട്ടികൾ കോളേജിൽ പോവേണ്ടി വരിക. ഇവർ പ്ലേസ്മെന്റിന്റെ അസിസ്റ്റൻസ് അല്ല വരുന്നത്, പ്ലേസ്മെന്റിന്റെ ഗ്യാരണ്ടി ആണ് വരുന്നത് കേട്ടോ. കാരണം നമ്മൾ ഇന്റർനാഷണൽ MBA ചെയ്യുമ്പോഴത്തെ ഏറ്റവും വലിയ ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഫസ്റ്റ് ഇയർ മാത്രം കോളേജിൽ പോയാൽ മതി. സെക്കൻഡ് ഇയർ തൊട്ടിട്ട് ഏതെങ്കിലും MNCയിലായിരിക്കും ഇവർ വർക്ക് ചെയ്യുക. അപ്പോൾ അവർക്ക് എക്സാം എഴുതാൻ ക്യാമ്പസിലേക്ക് വരണം. അപ്പൊ അത്രയ്ക്കും ജോബ് അഷ്യൂർ ചെയ്യുന്ന ഒരു കോഴ്സാണ് ഇവിടുത്തെ MBA. ഇപ്പൊ ഇന്റർനാഷണൽ MBA ആണെങ്കിലും ശരി, കോർ MBA ആണെങ്കിലും. പിന്നെ ഇന്റർനാഷണൽ MBAയുടെ കുറച്ച് സ്പെഷ്യാലിറ്റീസ് ഉണ്ട്. ഈ പറഞ്ഞ പോലെ പ്ലേസ്മെന്റ് ഗ്യാരണ്ടീഡ് ആണ്. പിന്നെ എല്ലാ കുട്ടികൾക്കും ലാപ്ടോപ്പ് ഫ്രീ ആണ്, ലാപ്ടോപ്പ് ഫോർ ഓൾ സ്റ്റുഡൻസ് വരുന്നുണ്ട്. ഇന്റർനാഷണൽ MBAയുടെ കുറച്ച് ബെനിഫിറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലേസ്മെന്റ് നേരത്തെ പറഞ്ഞ പോലെ അത് ഗ്യാരണ്ടീഡ് തന്നെയാണ്. പിന്നെ എല്ലാവർക്കും ലാപ്ടോപ്പ് ഉണ്ട് എല്ലാ സ്റ്റുഡൻസിനും. പിന്നെ ഫോറിൻ ട്രിപ്പ് വരുന്നുണ്ട്. പക്ഷെ ഫോറിൻ ട്രിപ്പ് വരുന്നുണ്ടെങ്കിൽ പോലും അത്രയ്ക്ക് വലിയ ഫീസ് ഒന്നും അല്ല കേട്ടോ. നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഫീസ് സ്ട്രക്ചർ. പിന്നെ മിനിമം 15 ക്യാമ്പസ് ഇന്റർവ്യൂ എക്സ്പോഷർ ടു എവരി സ്റ്റുഡന്റ്. അതായത് ഇവർ എൻഷുർ ചെയ്തിരിക്കുന്ന 15ഓളം ക്യാമ്പസ് ഇന്റർവ്യൂ ഇവർക്ക് എന്തായാലും കിട്ടും കുട്ടികൾക്ക് വേണ്ടിയിട്ട്. പിന്നെ ഇംഗ്ലീഷ് ലാംഗ്വേജ് ട്രെയിനിങ് ഉണ്ട്. കുട്ടികളുടെ എല്ലാവരുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇന്റർവ്യൂവിനൊക്കെ പോകുമ്പോൾ ലാംഗ്വേജ് ഭയങ്കര പ്രശ്നമാണ്. നമ്മളിപ്പോ നമുക്കറിയാം കേരളത്തിൽ ഇപ്പൊ ഒരു ഡിഗ്രി കഴിഞ്ഞവർക്കും അവര് ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നം ലാംഗ്വേജിന്റെ ഒരു പ്രോബ്ലം ആണ്. ഇന്റർവ്യൂ ബോർഡിനെ ഫേസ് ചെയ്യേണ്ട പ്രശ്നങ്ങൾ കാര്യങ്ങളാണ്. പിന്നെ ഫോറിൻ ലാംഗ്വേജ് ട്രെയിനിങ് വരുന്നുണ്ട്. അപ്പൊ അവരുടെ ഏതാണ് അവർക്ക് ഇൻട്രസ്റ്റ് ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ ലാംഗ്വേജ് ട്രെയിനിങ് വരുന്നുണ്ട്. ഒറാക്കിൾ, സിസ്കോ, സാപ്പ്, AMFI, NSC ട്രെയിനിങ്സ്, എക്സ്ട്രാ ആഡ് ഓൺ സർട്ടിഫിക്കേഷൻസിന്റെ ട്രെയിനിങ്സും ക്യാമ്പസിൽ നിന്ന് കൊടുക്കുന്നുണ്ട്. പിന്നെ എക്സലന്റ് സോഫ്റ്റ് സ്കിൽ ട്രെയിനിങ് ബൈ ഇൻഡസ്ട്രി എക്സ്പേർട്സിന്റെ, അതായത് കറന്റ് അവരുടെ പ്രൊഫസേഴ്സ് അല്ല, ആ ഒരു ഫീൽഡിൽ ഇൻഡസ്ട്രിയിൽ എക്സ്പേർട്ട് ആയിട്ടുള്ള ആൾക്കാരുടെ ക്ലാസ്സസ് ആണ് സോഫ്റ്റ് സ്കിൽ ട്രെയിനിങ്ങിന് ഒരു കൊടുക്കുന്നത്. അഡ്വഞ്ചർ ലേണിംഗ് പ്രോഗ്രാം ആൻഡ് പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് പ്രോഗ്രാം. എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഹ്യൂമൻ ബീങ്ങിന് ഏറ്റവും അനിവാര്യമായിട്ടുള്ളൊരു കാര്യമാണ്. സോ അതിന്റെ ഡെവലപ്മെന്റിനുള്ള കാര്യങ്ങൾ. എക്സ്റ്റെൻസീവ് പ്ലേസ്മെന്റ് ട്രെയിനിങ്, പ്ലേസ്മെന്റിന് വേണ്ടിയിട്ട് സ്പെഷ്യൽ ആയിട്ടൊരു ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. പിന്നെ ബിസിനസ് അറ്റയർ ആൻഡ് യൂണിവേഴ്സിറ്റി രജിസ്ട്രേഷൻ ഫീ, യൂണിവേഴ്സിറ്റിയുടെ രജിസ്ട്രേഷൻ ഫീയും ഇതിൽ ഇൻക്ലൂഡഡ് ആണ്. അപ്പൊ ഇതാണ് ഇന്റർനാഷണൽ MBAയുടെ ഏറ്റവും വലിയ ഹൈലൈറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്. അതുപോലെ തന്നെ കോർ MBAക്കും അവര് ഇംഗ്ലീഷ് ലാംഗ്വേജ് ട്രെയിനിങ്ങും ഫോറിൻ ലാംഗ്വേജ് ട്രെയിനിങ്ങും കൊടുക്കുന്നുണ്ട്. ബേസിക് MBA ആണ് പറയുന്നത്. അതിനുശേഷം ആഡ് ഓൺ ആണ് ഈ പറഞ്ഞ സർട്ടിഫിക്കേഷൻസും എല്ലാ കാര്യങ്ങളും. അപ്പോ ഈ പറഞ്ഞ പോലെ 50 വർഷത്തിൽ പരം പാരമ്പര്യമുള്ളൊരു കോളേജാണ്. പാർക്ക് ഗ്രൂപ്പ് കോയമ്പത്തൂരാണ് വരുന്നത്. എന്താ പറയാ, തിരുപ്പൂര്, ചെന്നൈയിലൊക്കെ ഉണ്ട്. നമ്മളിപ്പോ കോയമ്പത്തൂരത്തെ കോളേജിന്റെ കാര്യമാണ് പറഞ്ഞത്. സോ അഡ്മിഷൻ എടുക്കാൻ താല്പര്യമുള്ളവർ നമ്മളുടെ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. നിങ്ങൾക്ക് കിട്ടുന്ന ഒരു നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. നമുക്ക് അവിടെ റെഗുലർ ആയിട്ട് പഠിക്കാം. ഈ പറഞ്ഞ പോലെ തന്നെ ഫസ്റ്റ് സെമ്മിലും സെക്കൻഡ് സെമ്മിലാണ് നമുക്ക് ക്ലാസ് അറ്റൻഡ് ചെയ്യേണ്ടി വരുന്നുള്ളൂ. പിന്നെ എക്സാം വിത്ത് അതായത് MNCയിൽ പ്രാക്ടീസ് ചെയ്തതോടുകൂടി നമുക്ക് എക്സാം കണ്ടിന്യൂ ചെയ്ത് പോവാം. അപ്പോൾ കുട്ടികൾക്ക് മുന്നിലേക്ക് വരുന്നൊരു നല്ലൊരു ചാൻസ് ആണ്.
എല്ലാവരും അഡ്മിഷന്റെ കാര്യങ്ങൾക്കും ഒക്കെ ആയിട്ട് നമ്മളെ കോൺടാക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കും. താങ്ക് യു.